വനനിയമ ഭേദഗതിയിൽ സർക്കാർ വഴങ്ങുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥ സർക്കാർ പിൻവലിക്കും. കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തിയാൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്ന വ്യവസ്ഥ പിൻവലിക്കും. ബില്ലിന്മേൽ വനം വകുപ്പിന് 100-ലധികം പരാതികൾ ലഭിച്ചിരുന്നു. ആഷിഖ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, എന്ത് ഭേദഗതികളാണ് ഈ ഡ്രാഫ്റ്റിൽ വരുത്താൻ പോകുന്നത്? അജിംസ, 1961 കേരള വനം നിയമ ഭേദഗതി, വനം നിയമം അപര്യാപ്തമാണെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന വനം വകുപ്പ് പുതുതായി ചില ഭേദഗതികൾ നിയമത്തിൽ വരുത്താൻ ആലോചിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അന്ന് തയ്യാറാക്കിയ കരട് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത് ലാപ്സായി പോവുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇത്തവണ വീണ്ടും ഒരു ഭേദഗതിക്ക് ഒരുക്കി അതിന്റെ കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊണ്ടുവരുന്നത്. ഇതിന്റെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധം വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര കർഷക ജനതയ്ക്കെതിരായ ഒരു നിലപാടെടുക്കുന്ന ഡ്രാഫ്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ വിമർശനമുയർത്തി. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം അടക്കം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പ്രശ്നം, ഈ ബില്ല് പിൻവലിക്കണം എന്ന രീതിയിലുള്ള നിലപാടെടുക്കുകയുണ്ടായി. ഇതേ തുടർന്നായിരുന്നു വനം വകുപ്പ് ഒരു നിലപാട് മയപ്പെടുത്തുകയും ഇപ്പോഴത്തെ കരട് ബില്ലിൽ ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്ന ഒരു പ്രതികരണം വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് മന്ത്രി പറഞ്ഞിരുന്നു 31-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് ഇതിന്മേൽ അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ലഭിക്കുന്ന പരാതികൾ കൂടി ശേഖരിച്ച് മാറ്റത്തിരുത്തലുകൾ വരുത്താം എന്ന നിലപാട് വനം മന്ത്രി എടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനമായും വിമർശനം ഉയർന്നിരുന്ന വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയിൽ മാത്രമായിരിക്കും തിരുത്തുണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, സ്ഥിരമായി വനമേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ സ്ഥിര സംഭവമാണ്. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ, ഇത്തരം സംഭവങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥയായിരുന്നു പുതിയ ബില്ലിൽ ഉണ്ടായിരുന്നത്. കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കർഷകരെയും ജനങ്ങളെയും വാറന്റ് ഇല്ലാതെ വീട്ടിൽ കയറി അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ പുതിയ ബില്ലിൽ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയർത്തിയത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അടക്കം ഈ വ്യവസ്ഥ ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമാണ് എന്ന് ഉയർത്തി കാണിക്കുകയുണ്ടായിരുന്നു. നിലവിൽ 31-ാം തീയതി വരെ ലഭിച്ചിട്ടുള്ള പരാതികളടക്കം പരിശോധിച്ച് ക്രോഡീകരിച്ച് അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ വനം വകുപ്പ് എടുക്കുന്ന നിലപാട് ഈ വ്യവസ്ഥ പിൻവലിക്കാം എന്നുള്ളതാണ്. ഈ വ്യവസ്ഥ നിലവിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വ്യവസ്ഥ പിൻവലിക്കാമെന്നുള്ളതാണ്. അതേസമയം മറ്റു വ്യവസ്ഥകൾ, ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രാഫ്റ്റിലെ മറ്റു വ്യവസ്ഥകൾ പിൻവലിക്കുന്ന കാര്യം വനംവകുപ്പിന്റെ ആലോചനയില്ല. ഉയർന്ന പിഴത്തുകയടക്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ലാണ്. അത്തരത്തിലുള്ള വ്യവസ്ഥകളിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വനംവകുപ്പ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. വനത്തിനുള്ളിൽ നിന്ന് മീൻ പിടിക്കുന്നതിനും വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനും കൂടാതെ ജണ്ടകൾ, കയ്യാലകൾ അടക്കമുള്ള തകർക്കുന്നതിനുമെതിരെയൊക്കെ കർശന നിയന്ത്രണവും കർശനമായ ശിക്ഷകളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്മാറ്റം വനം വകുപ്പ് നിലവിൽ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ അടക്കം വനം മന്ത്രി ഈ വിഷയത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നിരുന്നു. ജനുവരി 8-നകം നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികളെ പഠിച്ച് കൃത്യമായ ഒരു ക്രോഡീകരിച്ച വിവരം വനം മന്ത്രിക്ക് സമർപ്പിക്കാൻ വനം വകുപ്പിനോട് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ IAS ആണ് അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഈ വിഷയങ്ങൾ ക്രോഡീകരിച്ച് 8-ാം തീയതി വനം മന്ത്രിക്ക് സമർപ്പിക്കും. ഏതായാലും നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്, വനം വകുപ്പ് ആലോചിക്കുന്നത് പുതിയതായി തയ്യാറാക്കിയിരിക്കുന്ന ഈ കരട് ബില്ലിലെ ഏക വ്യവസ്ഥ പിൻവലിക്കാനാണ്. അത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയാണ് എന്നുള്ളതാണ് അജിംസ്. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം.